ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനും അമ്മയും കൂടെ ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ കുറേ മുന്നേ ആയിട്ട് അവിടെ വീട് കാഴ്ച ഇവിടെ ബർത്ത്ഡേ പാർട്ടി പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വല്യമ്മയുടെ മോൻ്റെ വീട് കാഴ്ചയായിരുന്നു. ഇന്ന് അതിൻ്റെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. വേറെ ആരും ഇല്ല. ഇനി ചേച്ചിയുടെ വീട്ടിൽ കയറി ചേച്ചീനെയും കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് കുന്നക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ വല്യമ്മയുടെ വീട്ടിലെത്തി. അവിടെ എല്ലാവരും പോകാനുള്ള തിരക്കിലായിരുന്നു, ഒരുക്കങ്ങളിലായിരുന്നു. അപ്പൊ ഈ കണ്ണട വെച്ച് ക്രീം കളർ സാരി ഉടുത്തതാണ് എന്റെ മേമ. മേമ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഈ ഫംഗ്ഷൻ കൂടാൻ വേണ്ടിയിട്ട് നാട്ടിലെത്തിയതാണ്, തനിച്ച് വന്നിട്ടുള്ളത്. ഇനി എല്ലാരും കൂടെ പാലക്കാട് കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. അവിടെയാണ് പെൺകുട്ടിയുടെ വീട്. വല്യമ്മയുടെ മോൻ അപ്പുറത്തെ റൂമിൽ ഒരുങ്ങുന്നുണ്ട്, കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എല്ലാവരും ബസ്സിലാണ് യാത്ര ചെയ്യണത്. ഞാൻ ഒരുപാട് നാളായി ഇതുപോലെ ഫാമിലി എല്ലാവരും കൂടെ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട്. ഞാനും ചേച്ചിയൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് വല്യമ്മയുടെ വീട്ടിലൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനും ചേച്ചിയും കൂടി പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ബസ് കയറാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങുകയാണ്. എനിക്കാണെങ്കിൽ സാരി ഉടുത്തിട്ട് ഭയങ്കര ഒരു അസ്വസ്ഥത. ഞാനങ്ങനെ വല്ലപ്പോഴും ഒക്കെ സാരി ഉടുക്കാറുള്ളൂ. അധികം ചുരിദാർ തന്നെയാണ് ഇടാറ്. അപ്പൊ ചേച്ചിമാരെല്ലാവരും സാരിയാണ് ഉടുക്കണേന്ന് അറിഞ്ഞപ്പോ ഒരു ആവേശത്തിൽ കയറി അങ്ങോട്ട് ഉടുത്തു പോയതാണ്. മക്കളേനെ ഒന്നും കൊണ്ടുപോകാതെ ഇതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്തിട്ടൊക്കെ കുറേ നാളായിരുന്നു. ഞാനും അമ്മയും ചേച്ചിയും ഒരുമിച്ചിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങളവിടെ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് അങ്ങനെ ഇരിപ്പായി. പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സ്റ്റേജിൽ വെച്ച് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജ് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മേമയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാവും ഇടയിൽ ഒരു കോമഡി പറയുക. അങ്ങനെ ഞങ്ങൾ എന്തോ പറഞ്ഞ് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വല്യമ്മയും അമ്മയൊക്കെ അടുത്തടുത്ത് തന്നെ ഉണ്ട്. മേമ എൻ്റെ അമ്മയുടെ അതേ ഫേസ് കട്ട് തന്നെയാണ്. അമ്മ ഇത്തിരിയും കൂടെ നിറമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ്. ഞങ്ങൾ 3 പേര് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അച്ഛൻ ഗവൺമെൻറ് ജോലി ആയിരുന്നു അച്ഛന്. അപ്പോൾ ഞങ്ങളെ നോക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച അമ്മയാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത്. അന്നു മുതൽ ഇന്ന് വരെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങളുടെ അമ്മ. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വല്യമ്മയുടെ മോൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ഭക്ഷണം വിളമ്പ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെയ്ച്ചോറും കടായി ചിക്കനൊക്കെ ആയിരുന്നു, അതൊക്കെ അടിച്ച് മിന്നിച്ചു. പോരാത്തതിന് സേമിയ പായസം ഉണ്ടായിരുന്നു. സേമിയ പായസം ആയിരുന്നു. ചുണ്ടിലൊരു മുറിവുള്ള കാരണം ഭക്ഷണം നേരം പോലെ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ മേമയുടെയും വല്യമ്മയുടെയും അമ്മയുടെ ഒക്കെ കൂടെ നിന്നിട്ട് വീണ്ടും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി ഇവരെയൊക്കെ ഫെബ്രുവരി 1-ാം തീയതി കല്യാണത്തിനേ കാണുള്ളൂ. പിന്നെ ഇത്തിരി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നേരെ ബസ്സിൽ പോയി കയറി ഇരിപ്പായി. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ബസ്സിൽ പാട്ട് വെച്ചപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര ഡാൻസ് ആയിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ആരും ഡാൻസൊന്നും കളിച്ചില്ല. തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പണ്ട് ഞാൻ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മ്യൂസിക് കേട്ടപ്പോൾ എൻ്റെ കൈ ഒന്നും അറിയാതെ ഒന്ന് പൊന്തി. പക്ഷേ ഞാൻ അവിടെ അടങ്ങിയിരുന്നു. ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ തട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും വഴിയിൽ നെല്ലായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പം ഞാൻ ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് തലേ ദിവസം വീട്ടിലെത്തിയതാണ്. മക്കൾക്ക് ചെറുതായി ജലദോഷവും കാര്യങ്ങളൊക്കെ ആയത് കാരണം അവരെ കൊണ്ടുപോയില്ല. അപ്പോൾ വിശാട്ടം വീട്ടിലുണ്ട്. വീട്ടിലെത്തിയത് ഞാൻ വേഗം സാരി അഴിച്ചിട്ട് ചുരിദാർ എടുത്തിട്ടു. പിന്നെ അച്ചുട്ടനെയൊക്കെ കുറച്ചു നേരം കളിപ്പിച്ച് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ അടുക്കളപ്പുറത്ത് മത്തൻ്റെ ഇല പടർന്ന് അങ്ങനെ നിൽക്കണ കണ്ടത്. അപ്പോൾ അമ്മ കുറച്ച് മത്തൻ്റെലി എനിക്ക് പറിച്ചു തന്നു. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. അപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോരാനുള്ള വണ്ടി എത്തി. അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു. സാധാരണ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോരുമ്പോൾ ഞാൻ രാത്രിക്കുള്ള ഫുഡ് കൊണ്ടുവരാ ചെയ്യാറ്. വാഴയിലൊക്കെ വാട്ടിയിട്ട് ചോറും കറിയൊക്കെ കൊണ്ടുവരും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വേറെ പണികളുണ്ടാവും, അടിച്ചുവാരലും തുടക്കലൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇത്തവണ ഞാൻ ചോറൊന്നും കൊണ്ടുവന്നിട്ടില്ല. വീട്ടിൽ പോയിട്ട് വെക്കാന്ന് വിചാരിച്ച് അങ്ങനെ പോന്നു. ഇനി ഓണമൊക്കെ ആയില്ലേ, എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ ബൈ.